dears, welcome to the world of English. It is me, Yasser from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ പ്രിപ്പോസിഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. പ്രിപ്പോസിഷൻ ഇല്ലാത്ത ഒരു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് ഇതുവരെ കണ്ടിട്ടില്ല. നോക്കിക്കോ, ഒരു പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, സോ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിംഗ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദ ഗിവൻ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത്. താഴെ കൊടുത്ത ബ്രാക്കറ്റ് എന്ത് ചെയ്യാം, കൃത്യമായ ഒരു വേർഡ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സാലിം അലിയുടെ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഐ റീകാൾ വൺ പാർട്ടിക്കുലർലി ഹൈ റൈസിംഗ് ഇൻസിഡന്റ് എലോങ് ദ ഹിമാലയൻ ട്രയൽസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹിമാലയൻ എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കുക, താഴെ നമുക്ക് വിത്ത് ഉണ്ട്, ഓഫ് ഉണ്ട്, ഇൻ ഉണ്ട്, ദ ഉണ്ട്, ഫോർ ഉണ്ട്, ഫ്രം ഉണ്ട്, ഓൺ ഉണ്ട്. സോ ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കൃത്യമായ മീനിങ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഓരോന്ന് എന്താണെന്നുള്ളത്. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നോക്കാം. സോ ഒന്നാമത് ഹെയർ റൈസിംഗ് ഇൻസിഡന്റ് എലോങ് ഹിമാലയൻ ട്രയൽ. എലോങ് ഹിമാലയൻ ട്രയൽ, ഹിമാലയൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലേസിന്റെ പേരാണ്. സോ പ്ലേസിന്റെ പേര് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കണം, അതവിടെ നമ്മൾ കൊടുക്കേണ്ട സാധനം എന്തായിരിക്കണം, അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ദ എന്നായിരിക്കണം. എന്തായിരിക്കണം, ദ എന്നുള്ള സാധനം ആയിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ദ എന്ന് കൊടുക്കണം. സോ അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഹിമാലയൻ ട്രയൽ അൽമോറ ടു ലിപു ലേക്ക് പാസ്. എവിടെ നിന്ന്? ഫ്രം അൽമോറ, അതായത് അൽമോറയിൽ നിന്ന് ലിപു ലേക്ക് പാസിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഫ്രം അൽമോറ ടു ലിപു ലേക്ക് പാസ് എന്നുള്ളത് കേട്ടോ. ദെൻ പിന്നെന്താണ്, ഓൺ മൈ വേ. യെസ് യെസ് യെസ്. അടുത്തത് പറയുന്നത് എന്താണ്, ഒരു മിനിറ്റ് ഇടാം. യെസ്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്, ഒരു മിനിറ്റ്. യാ, അപ്പോൾ നോക്കാം. പിന്നെ വരുന്നത് എന്താണ്, ഓൺ മൈ വേ, അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക്. ഇവിടെ ഓൺ മൈ വേ എന്നാണ്, ഞങ്ങൾ പോകുന്ന വഴിക്ക്. എവിടേക്ക്? ഏറ്റവും ലേക്ക് മാനസരോവർ ആൻഡ് മൗണ്ട് കൈലാസിലേക്ക് എന്നുള്ള പോകുന്ന സമയത്ത് എപ്പോഴാണ് പോയത്, വർഷത്തിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഡേറ്റ്, അതായത് വർഷം വരുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, ഇന്നാണ് കൊടുക്കുക. നേരെ മറിച്ച് ദിവസങ്ങൾ, അതായത് മൺഡേ അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7th 14 എന്നൊക്കെ വരികയാണെങ്കിൽ എന്ത് കൊടുക്കണം, നമ്മളവിടെ ഓൺ കൊടുക്കണം. ഓക്കെ. ഇൻ 1945 ഇറ്റ് വാസ് എ പർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ദ ട്രയൽ 1,000 of feet and vertical scrap എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ ട്രയൽ വിത്ത് വെർട്ടിക്കൽ 1,000 of feet ഓഫ് വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ വൺ സൈഡ് എന്ന് പറയുന്നുണ്ട്. എടാ, ഇതൊക്കെ നിങ്ങളുടെ സാലിമലിൻ്റെ ചാപ്റ്റർ കൃത്യമായിട്ട് വായിച്ചാൽ ചെയ്യും, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും എന്നുള്ളതാണ്. സാർ ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഇത് പറഞ്ഞു തരാനുള്ള കാരണം സാലിമലിൻ്റെ ചാപ്റ്റർ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു വേർഡ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സാധനം നിങ്ങൾ റെഡി ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് ദ ഹിമാലയൻ ട്രയൽസ്, രണ്ടാമത് ഫ്രം അൽമോറ ടു ലിപു ലേക്ക് പാസ്, മൂന്നാമത് ഓൺ മൈ വേ എന്ന് പറഞ്ഞിട്ട്, ദെൻ പിന്നെന്താണ് 1945 എന്ന് പറഞ്ഞു, ദെൻ പിന്നെന്താ പറഞ്ഞത്, പിന്നെ വിത്ത് 1,000 ഓഫ് ഫീറ്റ്, ദെൻ പിന്നെന്താ പറഞ്ഞത്, പിന്നെ ഓഫ് വെർട്ടിക്കൽ സ്ക്രാപ്പ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ കൃത്യമായ ആൻസർ വരുന്നത്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട്. ദെൻ അതും സാലിമലിന്റെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഇതിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. ലെറ്റ് a forest guard means led by a forest guard എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. we were stacking along a narrow animal trail. നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെ എങ്ങനെ പോവുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം ആനിമൽ ട്രയൽ ഡെൻസ് ടോൾ ഗ്രാസ് ലാൻഡ്, നമ്മൾ അതിലൂടെ പോകുമ്പോൾ, അതായത് അവിടെ എന്ത് കൊടുക്കണം, അവിടെ നമ്മൾ ത്രൂ എന്ന് കൊടുക്കണം. നമ്മൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്, ദെൻ പിന്നെന്താ വരുന്നത്, പിന്നെ നോക്കാം. ദെൻ ഗ്രാസ് ലാൻഡ് 5 feet, അതായത് എബോവ് 5 feet, ഏകദേശം 5 അടിക്ക് മുകളിൽ എബോവ് 5 feet എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ എബോവ് 5 feet എന്ന് പറയുന്നത്. അതിനുശേഷം റൈറ്റ് കൈൻഡ് ഓഫ് ദ ഹാബിറ്റേറ്റ്, അതായത് ആ ഒരു കിളിയുടെ വാസസ്ഥലത്തിന്റെ റൈറ്റ് കൈൻഡിൽ എന്തുണ്ട്, റൈറ്റ് കൈൻഡ്, അതായത് വലത് സൈഡിൽ എന്ന് പറയണ്ടോ, റൈറ്റ് കൈൻഡ് ഓഫ് എന്നാണ് പറയേണ്ടത് കേട്ടോ. സോ അതിനുശേഷം പിന്നെന്താണ്, ദ ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാബ്ലർ. എന്തിനു വേണ്ടിയാണ് പോയത്, ആ ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാബ്ലറിൻ്റെ പിന്നെ ഇത് കാണാൻ വേണ്ടി. അപ്പോൾ വേണ്ടിയില്ല നമ്മൾ എന്താ കൊടുക്കുക, വേണ്ടിയില്ല നമ്മൾ എന്താ പറയുക, ഫോർ എന്ന് പറയും. എടാ, ഈ പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് എവിടെയുണ്ട്, നിങ്ങളുടെ ചാപ്റ്ററിലുണ്ട്. ആ ചാപ്റ്റർ പോയിട്ട് പഠിച്ചാൽ തന്നെ, ചാപ്റ്ററിൻ്റെ പോർഷൻസ് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പ്രിപ്പോസിഷൻ്റെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് പ്രിപ്പോസിഷൻ്റെ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് എന്തായാലും പഠിച്ചോ, ഉറപ്പായിട്ടും നിർബന്ധമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ മക്കളെ. ബൈ ബൈ, സീ യു.